प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुगमुखात् अमृतद्रवसंयुतम् पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम चतुर्थ स्कंदം 25-ാമത്തെ അധ്യായം പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വിവരണം. ശ്ലോകം 48 മുതൽ 52 വരെ വായിക്കാം. നളിനി നാളിനി ച പ്രാക് ദ്വാരാവേകത്ര നിർമ്മിതേ അവധൂത സഗസ്ഥാഭ്യാം വിഷയം യാതി സൗരഭം. മുഖ്യാനാമാ പുരസ്താദ് ദ്വാസ്തയാ आपणबहूधनौ विषयो याति पुरराट् रसज्ञा विपणान्वितः. पितृहूर्नृपा पुर्या द्वादक्षिणेन पुरञ्जनः राष्ट्रं दक्षिणपञ्चालं याति श्रुतधरान्वितः. देवहूर्नाम पुर्याद्वा उत्तरेण पुरञ्जनः राष्ट्रामुत्तरपाञ्चालं याति श्रुतधरान्वितः. आसुरी नाम पश्चात् द्वास्तया याति पुरञ्जनः ग्रामकं नाम विषयं दुर्मतेन समन्वितः. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 25 ശ്ലോകം 48. നളിനി നാളിനി ചാപ്രാക് ദ്വാര ഏകത്ര നിർമ്മിതേ അവധൂത സഹസ്താഭ്യാം വിഷയം യാതി സൗരഭം. വിവർത്തനം. അതുപോലെ പൂർവഭാഗത്ത് ഒരേ സ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ട നളിനി നാളിനി എന്നു പേരായ 2 കവാടങ്ങളും ഉണ്ട്. രാജാവ് ഈ കവാടങ്ങളിലൂടെ അവധൂതൻ എന്നു പേരുള്ള തന്റെ സുഹൃത്തുമൊത്ത് സൗരഭം എന്ന നഗരത്തിലേക്ക് പതിവായി പോകുമായിരുന്നു. ശ്ലോകം 49. മുഖ്യനാമ പുരസ്താത് ദ്വാസ്തയോ ഭണബഹൂധനൗ വിഷയോ യാതി പുരരാട് രസജ്ഞ വിഭണാന്വിതഃ. വിവർത്തനം. പൂർവഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 5ാമത് കവാടത്തിന് മുഖ്യൻ അഥവാ പ്രധാനി എന്നാണ് നാമം. രാജാവ് ഈ കവാടത്തിലൂടെ രസജ്ഞൻ, വിഭണൻ എന്നീ സുഹൃത്തുക്കളുമൊത്ത് പതിവായി ബഹുധനം, ആഭണം എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കുമായിരുന്നു. ശ്ലോകം 50. പിതൃഹൂർനൃപപുര്യാ ദക്ഷിണേനാപുരഞ്ജനഃ രാഷ്ട്രം ദക്ഷിണ പഞ്ചാലം യാതി ശ്രുതധരാന്വിതഃ. വിവർത്തനം. നഗരത്തിന്റെ പിതൃഹു എന്നറിയപ്പെടുന്ന ദക്ഷിണ കവാടത്തിലൂടെ പുരഞ്ജന രാജാവ് അവന്റെ സുഹൃത്ത് ശ്രുതധരനുമൊത്ത് ദക്ഷിണ പഞ്ചാലം എന്ന നഗരം പതിവായി സന്ദർശിച്ചു വന്നു. ശ്ലോകം 51. ദേവഹൂർനാമ പുര്യാദ്വ ഉത്തരേണാപുരഞ്ജനഃ രാഷ്ട്രമുത്തര പഞ്ചാലം യാതി ശ്രുതധരാന്വിതഃ. വിവർത്തനം. ദേവഹു എന്നു പേരുള്ള കവാടം വടക്കുഭാഗത്താണ്. ആ കവാടത്തിലൂടെ പുരഞ്ജന രാജാവ് തന്റെ സുഹൃത്ത്
ശ്രുതധരനുമൊത്ത് ഉത്തര പഞ്ചാലം എന്ന സ്ഥലത്തേക്ക് പതിവായി ഗമിക്കുമായിരുന്നു. ശ്ലോകം 52. ആസുരീ നാമ പശ്ചാത് ദ്വസ്ഥയായാധിപുരഞ്ജന രാമകം നാമ വിഷയം ദുർമദേനാ സമന്വിത. വിവർത്തനം. പടിഞ്ഞാറ് ഭാഗത്തെ കവാടത്തിന്റെ പേര് ആസുരി എന്നാണ്. പുരഞ്ജന രാജാവ് ആ കവാടത്തിലൂടെ ഗ്രാമക നഗരത്തിലേക്ക് തന്റെ സുഹൃത്ത് ദുർമദനുമൊത്ത് പതിവായി പോയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീത മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ നാരദ മഹർഷി പ്രാചീന ബർഹിഷത്ത് രാജാവിന് പുരഞ്ജനൻ താമസിച്ചിരുന്ന ആ നഗരത്തിന് 9 കവാടങ്ങളുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. പുരഞ്ജനന്റെ രാജ്യത്തിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് 9 കവാടങ്ങളാണ് ഉണ്ടായിരുന്നത്. 7 കവാടങ്ങൾ ഉയർന്ന ഭാഗത്തും 2 കവാടങ്ങൾ താഴ്ന്ന ഭാഗത്തുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 5 കവാടങ്ങൾ കിഴക്കു ദിക്കിലേക്ക് തുറക്കുന്നതും 1 കവാടം വടക്ക് ഭാഗത്തേക്കും 1 കവാടം തെക്ക് ഭാഗത്തേക്കും തുറക്കുന്നതും ആയിരുന്നു. 2 കവാടങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തുറക്കുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നഗരത്തിന്റെ കവാടങ്ങളെ കുറിച്ച് വിശദമായിട്ട് നാരദ മഹർഷി പറയുന്നുണ്ട്. പുരഞ്ജനൻ ഈ 9 കവാടങ്ങളും സ്വതന്ത്രമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പുരഞ്ജനൻ തനിക്ക് ഇഷ്ടമുള്ള സമയത്ത് മറ്റു പ്രദേശങ്ങളിലേക്ക് രാജ്യത്തിന്റെ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി ഈ 9 കവാടങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ കവാടത്തിലും പുരഞ്ജനന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിന്റെ സഹായത്തോടു കൂടിയാണ് പുരഞ്ജനൻ ആ കവാടത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ 2 കവാടങ്ങളുടെ പേരുകൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഗദ്യോത ആവിർമുഖി ചപ്രാ ദ്വാരാവേകത്ര നിർമ്മിതേ വിഭ്രാജിതം ജനപദം യാതി താഭ്യാം വിമത്സഖഃ. ഗദ്യോത ആവിർമുഖി എന്ന് പറഞ്ഞിട്ടുള്ള 2 കവാടങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ കാണപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അത് കിഴക്ക് ദിശയിലേക്ക് പൂർവ്വ ദിക്കിലേക്ക് തുറക്കുന്നതായിരുന്നു. വിഭ്രാജിതം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനാണ് പുരഞ്ജനൻ ഈ 2 കവാടങ്ങളും ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഗദ്യോത ആവിർമുഖി, അത് മനുഷ്യ ശരീരത്തിലെ കണ്ണുകളെയാണ് ഉദ്ദേശിക്കുന്നത്. 2 കണ്ണുകളാണ്. വിഭ്രാജിതം എന്ന് പറയുന്നത് കാഴ്ചയുടെ ലോകമാണ്. കാഴ്ചയുടെ ലോകത്തിലേക്ക് കടക്കാൻ സഹായിക്കുന്ന 2 കവാടങ്ങളാണ് 2 കണ്ണുകൾ. ഗദ്യോത ആവിർമുഖി എന്ന് പറഞ്ഞിട്ടുള്ള 2 കണ്ണുകൾ. അതിന് സഹായിക്കുന്നത് ധിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്താണ്. ധിമാൻ എന്ന് പറയുന്നത് പ്രകാശമാണ്. സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് കണ്ണിന് കാഴ്ചയുടെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. ഇവിടെ 48ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നളിനി ദ്വാരാവേകത്ര നിർമ്മിതേ അവധൂത സുഖസ്ഥാഭ്യാം വിഷയം യാതി സൗരഭം. നാളിനി എന്ന് പറഞ്ഞിട്ടുള്ള 2 കവാടങ്ങൾ പുരഞ്ജന രാജാവ് ഉപയോഗിക്കാറുണ്ട്. ആ കവാടങ്ങളിലൂടെ സൗരഭം എന്ന് പറഞ്ഞിട്ടുള്ള നഗരത്തിലേക്ക് പുരഞ്ജന രാജാവ് പോകാറുണ്ട്. ആ സൗരഭം എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിലേക്ക് പോകാൻ പുരഞ്ജനനെ സഹായിച്ചിരുന്ന സുഹൃത്തായിരുന്നു അവധൂതൻ എന്ന് പറയുന്നത്. അവധൂത സഖസ്ഥാഭ്യാം. അവധൂതൻ എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ കൂടെ നാളിനി എന്ന് പറഞ്ഞിട്ടുള്ള 2 കവാടങ്ങളിലൂടെ സൗരഭം എന്ന് പറഞ്ഞ ലോകത്തിലേക്ക് പുരഞ്ജന രാജാവ് ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നാസാദ്വാരത്തിനെയാണ്, ഈ നാസികകളെയാണ്, 2 നാസികകളെയാണ് നാളിനി എന്ന് പറഞ്ഞിട്ടുള്ള കവാടമായിട്ട് പറയുന്നത്. അവധൂതൻ എന്ന് പറഞ്ഞ സുഹൃത്ത് എന്ന് പറയുന്നത് വായുവാണ്. വായുവിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് സുഗന്ധം അല്ലെങ്കിൽ ഗന്ധങ്ങള്, സൗരഭം, വ്യത്യസ്തമായിട്ടുള്ള ഗന്ധങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ആ വായുവാണ്. വ്യത്യസ്ത ഗന്ധങ്ങളെ നളിനി എന്ന് പറഞ്ഞിട്ടുള്ള കവാടങ്ങളിലേക്ക്, നാസ്വാധാരങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഗന്ധങ്ങളെ അറിയാൻ സാധിക്കും. അപ്പം ഇതും പൂർവ്വദിക്കിലേക്കാണ് തുറക്കുന്നത് എന്ന് പറയും. നളിനി ച പ്രാക്
പ്രാഗ് എന്ന് പറയുന്നത് പൂർവ്വ ദിക്കിലേക്ക്, കിഴക്ക് ഭാഗത്തേക്കാണ് ഈ കവാടം തുറന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നളിനി നാളിനി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കവാടം. അതേപോലെ മുഖ്യാനാമ പുരസ്താർ ദ്വാസ്തയാ പണമ ആപണ ബഹൂദനം. അടുത്ത കവാടത്തിന്റെ പേര് മുഖ്യൻ എന്നാണ്. ഒരു മുഖ്യ കവാടം, ഒരു പ്രധാനപ്പെട്ട ഒരു കവാടം, ഒരു വലിയ കവാടം. അതും കിഴക്ക് ദിക്കിലേക്കാണ്. പുരസ്താർ, കിഴക്ക് ദിക്കിലേക്ക് തുറക്കുന്നതാണ്. അതിൽ രണ്ട് വിഷയങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. രണ്ട് സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. ആ കവാടത്തിലൂടെ രണ്ട് ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ആപണം ബഹൂദനം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സ്ഥലത്തേക്ക്, രണ്ട് സ്ഥലങ്ങളിലേക്ക് ഈ കവാടത്തിലൂടെ പോകാൻ സാധിക്കും. ദ്വാസ്തയ ആപണ ബഹൂദനം, ആപണം ബഹൂദനം. ഇതിന് സഹായിക്കുന്നത് രണ്ട് സുഹൃത്തുക്കളാണ്. ഓരോ സ്ഥലത്തേക്കും പോകാൻ സഹായിക്കുന്നത് രണ്ട് സുഹൃത്തുക്കളാണ് ഈ രണ്ട് ലോകത്തിലേക്ക് പോകാൻ സഹായിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഈ മുഖ്യൻ എന്ന് പറയുന്ന കവാടം വായയാണ് പറയുന്നത്. മനുഷ്യ ശരീരത്തിലുള്ള വായയാണ് പറയുന്നത് മുഖ്യൻ എന്ന് പറയുന്നത്. ആപണ ബഹൂദനോ എന്ന് പറയുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ആപണം എന്ന് പറയുന്നത് സ്പന്ദനമാണ്, സംസാരിക്കാനുള്ള ശക്തി, സ്പന്ദിക്കാനുള്ള, നാക്കിനെ സ്പന്ദിപ്പിക്കാനുള്ള സംസാരശേഷിയാണ് ആപണം എന്ന് പറയുന്നത്. ബഹൂദനം എന്ന് പറയുന്നത് വ്യത്യസ്ത രുചികൾ അറിയുന്നതിനെയാണ്, രുചികൾ തിരിച്ചറിയുന്നതിനെയാണ് ബഹൂദനം എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള രുചികളാണ്, വ്യത്യസ്തമായിട്ടുള്ള രുചികൾ തിരിച്ചറിയുന്നതിനെയാണ് ബഹൂദനോ എന്ന് പറയുന്നത്. ആ രുചികൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന സുഹൃത്ത് എന്ന് പറയുന്നത് രസജ്ഞൻ എന്ന് പറയും. രസജ്ഞൻ, രസം തിരിച്ചറിയുന്നതിനുള്ള സഹായി. രസഗ്രാഹി, നാക്കിലുള്ള രസമുകുളങ്ങളെ അല്ലെങ്കിൽ സ്വാദുമുകുളങ്ങളെയാണ്, ടേസ്റ്റ് ബഡ്സിനെയാണ് ഇവിടെ രസജ്ഞൻ എന്ന് പറയുന്നത്. ആ രസജ്ഞന്റെ സഹായത്തോടുകൂടി ബഹൂദനം, വ്യത്യസ്ത രുചികളുടെ ലോകത്തിലേക്ക് പോകാൻ സഹായിക്കുന്നു എന്ന് പറയും. അതേപോലെ വിപണൻ എന്ന് പറയുന്ന സുഹൃത്തിന്റെ സഹായത്തോടുകൂടി ആപണം എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിലേക്ക്, സംസാരത്തിന്റെ ലോകത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. വിപണൻ എന്ന് പറയുന്നത് സ്പന്ദിക്കാൻ സഹായിക്കുന്നതാണ്, നാക്കിനെ സ്പന്ദിക്കാൻ സഹായിക്കുന്നതാണ് വിപണൻ എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്ത്. അങ്ങനെ സംസാരശേഷി, സംസാരവും രുചി അറിയുന്നതുമാണ് മുഖ്യൻ എന്നുള്ള കവാടത്തിലൂടെ സാധിക്കുന്നത്. പുരഞ്ജന രാജാവ് ഈ മുഖ്യ കവാടത്തെയും ഉപയോഗിക്കാറുണ്ട്, ഇങ്ങനെ രണ്ട് ലോകത്തിലേക്കും സഞ്ചരിക്കാറുണ്ട്. ആപണം ബഹൂദനം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ലോകത്തിലേക്കും സഞ്ചരിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് ദക്ഷിണ ദിക്കിലേക്ക് തുറക്കുന്ന കവാടത്തിനെ കുറിച്ചാണ് പറയുന്നത്. തെക്ക് ഭാഗത്തിലേക്ക് തുറക്കുന്ന ഒരു കവാടമുണ്ട്. ആ കവാടത്തിന്റെ പേര് പിതൃഹു എന്നാണ്. പിതൃഹു നൃപാപുര്യാൻ ദക്ഷിണേന പുരഞ്ജന. അത് തെക്ക് ഭാഗത്തേക്കാണ് തുറക്കുന്നത്. ആ തെക്ക് ഭാഗത്തേക്ക് തുറക്കുന്ന കവാടത്തിലൂടെ പോയി കഴിഞ്ഞാൽ രാഷ്ട്രം ദക്ഷിണ പാഞ്ചാലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എത്തിച്ചേരുന്നത്. ആ ദക്ഷിണ പാഞ്ചാലത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന സുഹൃത്തിന്റെ പേര് ശ്രുതധരൻ എന്നാണ് പറയുന്നത്. ശ്രുതധരാന്വിത, ശ്രുതധരനോടൊപ്പം ദക്ഷിണ പാഞ്ചാലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകാൻ സഹായിക്കുന്ന ആ കവാടം, ദക്ഷിണ ഭാഗത്തേക്ക് തുറക്കുന്ന കവാടമാണ് പിതൃഹു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിതൃഹു എന്ന് പറയുന്ന ദക്ഷിണ ഭാഗത്തേക്ക് തുറക്കുന്ന കവാടം എന്ന് പറയുന്നത് വലത് ചെവിയാണ്, മനുഷ്യ ശരീരത്തിലുള്ള വലത് ചെവിയാണ് പറയുന്നത്. ആ വലത് ചെവിയുടെ സഹായത്തോടു കൂടി ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് കേൾക്കാനുള്ള താല്പര്യമുണ്ടാകും. ഭൗതിക വിഷയങ്ങൾ, വേദങ്ങളിലുള്ള ഭൗതിക വിഷയങ്ങളും കേൾക്കുന്നത് ഈ വലത് ചെവിയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. വേദങ്ങളിൽ ഒരുപാട് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പുണ്യകർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ യജ്ഞകർമ്മങ്ങളൊക്കെ ചെയ്യുക, എങ്ങനെ ഒരുപാട് പുണ്യം നേടുക, എന്നിട്ട് ഉപരി ലോകങ്ങളിലേക്ക് പോകാം, സ്വർഗീയ ലോകങ്ങളിലേക്ക്, പിതൃലോകത്തിലേക്കൊക്കെ പോകാം. അവിടെ പോയിട്ട് പുണ്യങ്ങളൊക്കെ ആസ്വദിക്കുക. പുണ്യങ്ങളൊക്കെ തീരുന്ന സമയത്ത് വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വരിക, വീണ്ടും പുണ്യം ആർജിക്കുക. ഇങ്ങനെ ആ ഭൗതിക വിഷയങ്ങളിൽ ലഭിക്കുന്നവർ ഈ വലത് ചെവിയാണ് ഉപയോഗിക്കുന്നത്. അതിനെ സഹായിക്കുന്നത് ശ്രുതധരൻ, കേട്ടതൊക്കെ മനസ്സിലാക്കി വെക്കാൻ സഹായിക്കുന്ന സുഹൃത്താണ് ശ്രുതധരൻ. കേൾക്കുകയും വേണം, അത് നമ്മൾ ധരിക്കുകയും വേണം. അതായത് അതിനെക്കുറിച്ച് ഗ്രഹിക്കുകയും അത് നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ട് അതിനെ ശേഖരിച്ചു വെക്കുകയും വേണം, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം.
അതിന് സഹായിക്കുന്ന സുഹൃത്താണ് ശ്രുതധരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലത് ചെവിയെ കുറിച്ചാണ് പറയുന്നത്. പിതൃഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത് ചെവിയാണ്. അടുത്ത ഉത്തരഭാഗത്തേക്ക് വടക്ക് ഭാഗത്തേക്ക് തുറക്കുന്ന ദ്വാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദേവഹൂർനാമപുര്യാദ്വാ ഉത്തരേണ പുരഞ്ചന. ആ വടക്ക് ഭാഗത്തേക്ക് തുറക്കുന്ന ദ്വാരത്തിന്റെ പേര് ദേവഹൂർ എന്നാണ്. ദേവഹൂർ നാമപുര്യ. ദേവഹൂർ വലത് ചെവിക്ക് പിതൃഹു എന്ന് പറയുന്നു. കാരണം അത് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് കേൾക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇവിടെ ഉത്തരഭാഗത്തേക്ക് തുറക്കുന്ന അത് ഇടത് ചെവിയാണ്. ഇടത് ചെവി ദേവഹൂർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം അത് ഭഗവാനെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അത് വടക്കോട്ടാണ് തുറക്കുന്നത് എന്ന് പറയും. ഉത്തരേണ പുരഞ്ജന. ആ വടക്കോട്ട് തുറക്കുന്ന ചെവി, ആ കവാടം എങ്ങോട്ടാണ് പുരഞ്ജനനെ എത്തിക്കുന്നത്? രാഷ്ട്രം ഉത്തരപാഞ്ചാലം. ഉത്തരപാഞ്ചാലം എന്നുള്ള പറഞ്ഞിട്ടുള്ള ലോകത്തിലേക്കാണ്. ആത്മീയ ലോകങ്ങളെയാണ്, ഏറ്റവും ഉന്നതമായിട്ടുള്ള ലോകങ്ങളെയാണ് ഉത്തരപാഞ്ചാലം ഉദ്ദേശിക്കുന്നത്. ദക്ഷിണ പാഞ്ചാലം ഉദ്ദേശിക്കുന്നത് ഈ ഭൗതിക ലോകത്തിലുള്ള വ്യത്യസ്ത ഉയർന്ന ലോകങ്ങളാണ്. സ്വർഗം, അതേപോലെ തപലോകം, പിതൃലോകം തുടങ്ങിയിട്ടുള്ള ഉയർന്ന ലോകങ്ങളെയാണ് ദക്ഷിണ പാഞ്ചാലം ഉദ്ദേശിക്കുന്നത്. ഉത്തരപാഞ്ചാലം ആത്മീയ ലോകങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്നതാണ് ഈ ഇടത് ചെവി എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്ന സുഹൃത്ത് ശ്രുതധരൻ തന്നെയാണെന്ന് പറയും. ശ്രുതധരൻ കേട്ടത് മനസ്സിലാക്കി വെക്കാനുള്ള സഹായിക്കുന്ന സുഹൃത്താണ് ശ്രുതധരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിക്കാണോ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമുള്ളത്, ആത്മീയ ലോകത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നത്, ആ വ്യക്തി ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കേൾക്കണമെന്നാണ് പറയുന്നത്. ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ ഇടത് ചെവിയിലൂടെ കേട്ട് അത് സ്വീകരിച്ചു വെക്കണം എന്ന് പറയും. 52ാമത്തെ ശ്ലോകത്തിൽ ആസുരി എന്ന് പറഞ്ഞിട്ടുള്ള കവാടത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് 7 കവാടങ്ങളെ കുറിച്ചാണ്. 5 കവാടങ്ങൾ പൂർവ്വദിക്കിലേക്ക് തുറക്കുന്നതും, ഒന്ന് ദക്ഷിണ ഭാഗത്തേക്കും മറ്റൊന്ന് ഉത്തരഭാഗത്തേക്കും തുറക്കുന്ന 7 കവാടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി പടിഞ്ഞാറ് ഭാഗത്തേക്ക് തുറക്കുന്ന കവാടത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആ കവാടത്തിന്റെ പേര് ആസുരി എന്നാണ് പറയുന്നത്. ആസുരി നാമ പശ്ചാത് ദ്വാസ്തയായാതി പുരഞ്ജന. പുരഞ്ജനൻ ഈ ആസുരി എന്ന് പറഞ്ഞുള്ള കവാടത്തിലൂടെയും പുറത്തേക്ക് പോകാറുണ്ട്. അങ്ങനെ എത്തുന്ന സ്ഥലം ഏതാണ്? ആസുരി എന്ന് പറഞ്ഞുള്ള കവാടത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഗ്രാമകം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എത്തുന്നത്. ഗ്രാമകം നാമ വിഷയം, ഒരുപാട് ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുന്ന സ്ഥലമാണ് ഗ്രാമകം എന്ന് പറയുന്നത്. ആ ഗ്രാമകത്തിലേക്ക് പോകാൻ സഹായിക്കുന്ന സുഹൃത്താണ് ദുർമദൻ എന്ന് പറയും. ദുർമദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷിച്ച ബുദ്ധിയാണ്. ബുദ്ധി നശിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഉന്മാദ അവസ്ഥ, അഭ്രാന്തമായിട്ടുള്ള അവസ്ഥ, അതാണ് ദുർമദൻ എന്ന് പറയും. ദുർമദൻ സഹായിക്കുന്നത് ആസുരി എന്ന് പറഞ്ഞ കവാടത്തിലൂടെ ഗ്രാമകം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്താനാണ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഇന്ദ്രിയ വിഷയ താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ദ്രിയ വിഷയങ്ങളെ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം ആസുരികമായിട്ടുള്ള സ്വഭാവം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ ദുർമതമാണ് വർദ്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ വർദ്ധിക്കേണ്ടത് സുമേധസ, യഥാർത്ഥ മേധസ്സാണ് വർദ്ധിക്കേണ്ടത്. യഥാർത്ഥ ബുദ്ധിയാണ് വർദ്ധിക്കേണ്ടത്. സുമേധസ്സുകൾ ഭഗവാനെ ആരാധിക്കുമെന്നാണ് പറയുന്നത്. യജന്തിഹി സുമേധസ, യജ്ഞേ സങ്കീർത്തനപ്രായേ യജന്തിഹി സുമേധസ. സുമേധസ്സുകൾക്ക് അവർക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടാകും, അവർക്ക് ഭഗവാന്റെ വാക്കുകളിൽ വിശ്വാസമുണ്ടാകും, സത്യത്തിൽ വിശ്വാസമുണ്ടാകും. അങ്ങനെയുള്ളവർ ഭഗവാനെ ആരാധിക്കും. യജ്ഞം സങ്കീർത്തനം ചെയ്ത് ഭഗവാനെ ആരാധിക്കുമെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ദുർമേധസ്സുകളായി കഴിഞ്ഞാൽ അവർക്ക് സത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. എത്രത്തോളം ഇന്ദ്രിയ തൃപ്തി ചെയ്യുന്നോ അത്രത്തോളം ആസുരികമായിട്ടുള്ള സ്വഭാവം വർദ്ധിക്കും. അവർക്ക് സത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും, ഭഗവാനിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവർ പറയും ലോകം മുഴുവൻ അസത്യമാണ്, അസത്യം അപ്രതിഹതം ജഗതാഹു അനീശ്വരം അപരസ്പര സംഭൂതം കിമന്യേ കാമഹൈതുകം. കാമം മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആകെ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് നല്ല രീതിയിൽ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഈ ലോകത്തിന് അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. എല്ലാം നമുക്ക് ആരെ വേണമെങ്കിലും പറ്റിക്കാം.
നിങ്ങൾ വഞ്ചിക്കുക, മറ്റുള്ളവരുടെ ധനമൊക്കെ സമ്പാദിക്കുക, എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ച് സുഖമായിട്ട് ജീവിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈശ്വരനൊന്നുമില്ല എന്നാണ് ആസുരിക സ്വഭാവത്തിലെത്തിയ ഒരു വ്യക്തി വിചാരിക്കുന്നത്. എവിടെയും സത്യമില്ല എന്നവർ പറയും. എല്ലാവരും കള്ളന്മാരാണ്, എല്ലാവരും വഞ്ചിക്കുന്നവരാണ്, എല്ലാവരും എന്നെ പറ്റിക്കുന്നവരുമാണ്, അതുകൊണ്ട് ഞാൻ അവരെയും പറ്റിക്കുന്നു എന്നുള്ള ഒരു ആസുരിക സ്വഭാവത്തിലേക്ക് എത്തിച്ചേരും. അതിന് കാരണം എന്താണ്? ഈ ഇന്ദ്രിയ വിഷയങ്ങളെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ കവാടത്തിന് തന്നെ ആസുരി എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. ദുർമതനാണ് ആസുരിക കവാടത്തിൽ ഇരിക്കുന്നത്. ദുർമതം വർദ്ധിക്കും തോറും ആസുരിക സ്വഭാവം വർദ്ധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാരദ മഹർഷി ആ നഗരത്തിന്റെ കവാടങ്ങളുടെ വർണ്ണന തുടരുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിൽ. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.